ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെമ്മീൻ കൊണ്ടൊരു തീയലാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ തീയൽ. അതിനായി 600 ഗ്രാം ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കി ഈ മുകളിലുള്ള അഴുക്കെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ കല്ലുപ്പിൽ 5-6 വെള്ളത്തിൽ കഴുകിയതാണ്. കല്ലുപ്പ് വെച്ച് കഴുകുകയാണെങ്കിൽ അഴുക്കെല്ലാം നല്ലതുപോലെ പോകും. പിന്നെ ഈ തീയൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ, അത് നമുക്ക് 1/2 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. പിന്നെ വേണ്ടത് കുഞ്ഞുള്ളി, 1 കപ്പ് കുഞ്ഞുള്ളി, ഒരു ചെറിയ തക്കാളി, പിന്നെ മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, എരിവെള്ള മുളക് പൊടി, പിന്നെ കടുക്, ഉലുവാപ്പൊടി, പിന്നെ കുടംപുളി, പിഴുപുളി, ചെറിയ നെല്ലിക്ക വലുപ്പത്തിലൊരു പിഴുപുളി ഞാൻ ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായി നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു കടായി വയ്ക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. എടുക്കാം. അതിനായി ആദ്യം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കടായിലോട്ട് ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ തേങ്ങയായിട്ടൊന്ന് മൂപ്പിക്കാം. അതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില, 4-5 ചുമന്നുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, രണ്ടല്ലി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ബ്രൗൺ കളറാവുന്നവരെ വറുക്കാം. ലോ ഫ്ലെയിമിൽ ഇത് ഫ്രൈ ആക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. തേങ്ങ എല്ലാം ഒരുവിധം ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിക്കാം. മൂപ്പിച്ച ശേഷം എല്ലാം കൂടെ വീണ്ടും മിക്സ് ചെയ്ത് വറുത്തെടുക്കാം. പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വറുക്കണം. തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം തണുക്കുന്നതിനായി, അല്ലെങ്കിൽ ഇതിലിരുന്ന് കരിഞ്ഞു പോകും. തണുക്കുന്നതിനായി ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. തണുക്കട്ടെ. തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ഒരു ജാർ എടുത്ത് നമുക്ക് ഇതൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമുക്കതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ വറുത്ത അതേ കടായി തന്നെ ചൂടാക്കി അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ
വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളി ചേർത്തൊന്ന് വഴറ്റാം. അതിലേക്ക് 2 കറിവേപ്പിലയും 2 പച്ചമുളകും ചേർക്കാം. എന്നിട്ട് വഴറ്റാം. ഉള്ളി കീറിയിട്ടത് കൊണ്ട് പെട്ടെന്ന് ചെറുതായി വഴലുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചെറുതായി ഒന്ന് വഴലുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. നേരത്തെ നമ്മൾ 1/4 ടീസ്പൂൺ ചേർത്തിരുന്നു. ഇനി ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് കൊഞ്ച് ചേർക്കാം. കൊഞ്ച് ചേർത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. കുറച്ചു നേരം നമുക്ക് ഈ ഉള്ളിയിലിട്ട് കൊഞ്ചൊന്ന് ഇപ്പോൾ നമുക്ക് ഒരു ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. മീഡിയം ഫ്ലെയിമിലാക്കി വഴറ്റാം. നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് പുളിവെള്ളം ചേർക്കാം. ഈ സമയം നമുക്ക് പുളിവെള്ളം അരിച്ചു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. കൊഞ്ചൊക്കെ ചെറുതായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി. എല്ലാം കൂടെ ഇതിലൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഇളക്കിയ ശേഷം ഉപ്പ് നോക്കാം. ഒരു തിള വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിലും തിള വന്ന ശേഷം ലോ ഫ്ലെയിമും ആക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വരെ വേവിക്കാം. 10 തൊട്ട് 15 മിനിറ്റ് വരെ. ഒരുപാട് സമയം ഇത് വേവല്ലോ, എന്തായാൽ കൊഞ്ച് അല്ലാതായിപ്പോകും. ഒരു തിള വരുന്നവരെ ഹൈ ഫ്ലെയിമും പിന്നെ ലോ ഫ്ലെയിമും ആക്കാം. ഇടയ്ക്ക് തുറന്നു നോക്കാം. എല്ലാം നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ലോ ഫ്ലെയിം ആക്കാം. കൊഞ്ചെല്ലാം തിളച്ച് വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ തിളയ്ക്കുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കാൽ ടീസ്പൂൺ ഉലുവ, കടുക് പൊട്ടിയ ശേഷം 2 വറ്റൽമുളക് ചേർക്കാം. 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് താളിപ്പ് നമുക്ക് ചെമ്മീൻ തീയലിലോട്ട് ചേർക്കാം.
വയ്ക്കാം. തണുത്ത ശേഷം നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ചെമ്മീൻ തീയൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. കേരള സ്റ്റൈൽ ചെമ്മീൻ തീയൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.